ഓക്കെ, ഇത് സീരിയൽ ടാറ്റോ എന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് പറയുന്ന ഒരു പിരമിഡ് ഉണ്ട്. ഈ പിരമിഡിന്റെ ബേസ് ഇക്വലാറ്റർ ട്രയാങ്കിൾ ആണ്. ഓക്കെ, എന്നിട്ട് അതിന്റെ സൈഡ് 8 സെന്റിമീറ്റർ ആണ്. പിന്നെ പറഞ്ഞിരിക്കുന്ന സ്ലാൻഡ് എഡ്ജ് ശ്രദ്ധിക്കണം, സ്ലാൻഡ് എഡ്ജ് ആണ് പറഞ്ഞിരിക്കുന്നത്, സ്ലാൻഡ് ഹൈറ്റ് അല്ല. നമ്മുടെ മൊത്തം സർഫേസ് ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിന്റെ 3D ഫിഗർ ആദ്യം കാണിച്ചുതരാം. ഇതാണ് 3D ഫിഗർ. അതായത് ഈ താഴെ കിടക്കുന്നത് ഇക്വലാറ്റർ ട്രയാങ്കിൾ ആണ്. അതിന്റെ ഓരോ സൈഡും 8 വെച്ച്. ഇനി ഇവരുദ്ദേശിച്ചിരിക്കുന്ന സ്ലാൻഡ് എഡ്ജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വേറെ കളർ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്കത് കാണിച്ചു തരാം. ഈ കിടക്കുന്ന ഐറ്റമാണ് സ്ലാൻഡ് എഡ്ജ്, അതായത് ഈ കോർണറിൽ വരുന്ന ഓരോ ഐറ്റം. ഓക്കെ, ഞാൻ വേണമെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്ത് കാണിച്ചു. ഓക്കെ, ഈ കാണുന്ന ഓരോ ഐറ്റത്തിനെയുമാണ് അവർ സ്ലാൻഡ് എഡ്ജായിട്ട് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടോട്ടൽ സർഫേസ് ഏരിയയാണ് ചോദിച്ചിരിക്കുന്നത്. ടോട്ടൽ സർഫേസ് ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിലെ ഒരു ഇക്വലാറ്റർ ട്രയാങ്കിൾ, പിന്നെ ഈ 3 ട്രയാങ്കിൾ. ഞാൻ വേറൊരു ഫിഗർ നിങ്ങൾക്ക് കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാവും. ഇതാണ് ബേസിൽ കിടക്കുന്ന ഇക്വലാറ്റർ ട്രയാങ്കിൾ. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് 3 ട്രയാങ്കിൾ. ഇങ്ങനെയാണ് ആ ഫിഗർ വരുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ആ ഫിഗർ വരുന്നത്. ഇനി ഇക്വലാറ്ററിൻ്റെ ട്രയാങ്കിളിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇതെട്ടാണ്, ഇതെട്ടാണ്, ഇതെട്ടാണ്. ഈ ട്രയാങ്കിളിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇത് 24 നമുക്കറിയാം. അപ്പോൾ നമുക്ക് ഇക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ കേസിൽ അറിയാം √3/4 ആണ് ഏരിയ. അപ്പോൾ ഇവിടെ √3/4 8ന്റെ സ്ക്വയർ 64, അല്ലെങ്കിൽ 16√3 ആയിരിക്കും ഇക്വലാറ്റർ ട്രയാങ്കിൾ. നമുക്ക് ടോട്ടൽ സർഫേസ് ഏരിയ അല്ലേ വേണ്ടത്, അതായത് ആ നീല ഷെയ്ഡും മഞ്ഞ ഷെയ്ഡും എല്ലാം കൂടി കൂട്ടിയിട്ടുള്ള വേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ 3 ട്രയാങ്കിളിൻ്റെ ഏരിയ വേണം. ഈ 3 ട്രയാങ്കിളിൻ്റെ ഏരിയ വേണം. ട്രയാങ്കിളിൻ്റെ ഏരിയ എങ്ങനെ നമുക്ക് കിട്ടുന്നത്, ഹാഫ് ബി എച്ച് ഉണ്ടെന്ന് അറിയാം അല്ലേ. ഹാഫ് ബി എച്ച്, ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കണ്ടോ, ഈ ഒരു ഹൈറ്റ് ഞാൻ കണ്ടുപിടിക്കുക. ഇത് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും വരാൻ പോകുന്ന ഈ ഒരു ഹൈറ്റ്. ദെൻ ഇതിനെ ബൈസെക്ട് ചെയ്യാൻ ചെയ്യും. 4, 4. ഓക്കെ, അപ്പോൾ ഇത് 24ആണ്, ഇത് 4ആണ്. ഓക്കെ, അപ്പോൾ എടുത്തു കഴിയുമ്പോൾ √576 എന്ന് 16. നമ്മുടെ പൈതഗോറസ് യൂസ് ചെയ്യുമ്പോൾ ഇത് √560 എന്ന് പറഞ്ഞു കിട്ടും. √560 എന്ന് പറഞ്ഞു കിട്ടും. അപ്പോൾ ആ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഈ മഞ്ഞ കളറിൽ കിടക്കുന്ന ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ നോക്കിക്കഴിഞ്ഞാൽ ഹാഫ് ഇൻറ്റു ബി, ബേസ് 8 ഇൻറ്റു ഹൈറ്റ് √560. √560ന് നിങ്ങൾക്ക് 35/16 എന്ന് വേണമെങ്കിൽ എഴുതാം. അപ്പോൾ അതിൻ്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ 4√35 എന്ന് എഴുതാം. അപ്പോൾ ഇത് കട്ട് ചെയ്തെന്ന് വിചാരിച്ചു, 16√35 എന്ന് പറഞ്ഞു കിട്ടും. ഈ ഒരു മഞ്ഞ ട്രയാങ്കിളിൻ്റെ ഏരിയ നിങ്ങൾക്ക് 16√35 എന്ന് പറഞ്ഞു കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇത് ഒരെണ്ണം അല്ലല്ലോ, 3 ഇല്ലേ. അപ്പോൾ എത്ര വരും, ഇൻറ്റു 3, 48√35. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ സർഫേസ് ഏരിയ എത്രയായിരിക്കും വരുന്നത്? ടോട്ടൽ സർഫേസ് ഏരിയ വരുന്നത് ഇക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ ഏരിയ 16√3 പ്ലസ് ആ ബാക്കി കിടക്കുന്ന 3 ട്രയാങ്കിളിൻ്റെ ഏരിയ 48√35. ഇതായിരുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഫൈനൽ ആൻസർ. അവിടെ ആകെ കൺഫ്യൂസിംഗ് ആയിട്ട് വന്നത് സ്ലാൻഡ് എഡ്ജ് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം നമുക്കറിയാവുന്ന കേസുകളാണ്. സോ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്.